മാഗ്നറ്റിക് പെർമിയബിലിറ്റി. മാഗ്നറ്റിക് പെർമിയബിലിറ്റി അപ്പോൾ പുതിയൊരു ടേമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അയണിൻ്റെ ഒരു ബാർ എടുക്കുകയാണ്. അപ്പോൾ അയൺ ബാർ ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ഇത് അയൺ ബാറാണ്. ഈ അയൺ ബാറിലേക്ക് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കാണിക്കുകയാണ്. അയണിൻ്റെ ബാർ എടുത്ത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. ആ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എച്ച് എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് കാണിക്കുക. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായി? ഡൈപോളുകൾ ഉണ്ടായി. അപ്പോൾ ആ ഡൈപോളുകളാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇതാ ഇവിടെ ഡൈപോൾ ഉണ്ടായി. അപ്പോൾ ഡൈപോളുകൾ കൊണ്ട് എന്ത് സംഭവിക്കും? ഇതൊരു മാഗ്നറ്റായി മാറി. ഇതെന്തുണ്ടാക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത്. കാരണം ക്ലോസ് ലൂപ്സ് ആണ് ഇത് ഫോം ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഒന്ന് നമ്മൾ കൊടുത്തത്, മറ്റൊന്ന് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒന്ന് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഒന്ന് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഡൈപോളുകൾ ഉണ്ടാവും. ആ ഡൈപോളുകൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന സിമ്പൽ കൊണ്ടാണ് കാണിക്കുന്നത്. അതെന്ന് പറയുന്നത് ഇവിടെ ഈ എച്ച് കൊടുത്തുകൊണ്ട്, എച്ച് എന്നറിയാൻ പറ്റും, എച്ച് പുറത്തു കൂടെയും പോകുന്നുണ്ട്, മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടെയും പോകുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ് μ0 എച്ച് എന്ന് പറയും. പിന്നെ നമ്മൾ ഈ മെറ്റീരിയലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, അത് μ0 എം ആണ്. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിവിടെ എഴുതിയത്. ആ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് രണ്ടിൻ്റെ സമ്മാണ്, രണ്ട് ടേമിൻ്റെ സമ്മാണ്. ഒരു ടേം എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 0 എന്ന് കാണിക്കാം. ഇത് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡാണ്, അതിന് വേണമെങ്കിൽ നമുക്ക് BI എന്ന് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്കിവിടെ കിട്ടിയത്. ഈ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡും എച്ചും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ മ്യൂ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് എഴുതുക. മ്യൂ എന്ന് പറയുന്നത് B/H ആണ്. ബി എന്താണ്? ബി എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. എച്ച് എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സമ്മാണ് ഇവിടെ ബി. ബി എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ കൊടുത്തതും ഉണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ടായതാണ്. ഉള്ളിലുണ്ടാവുന്നതിന് നമ്മൾ കാണിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് ടൈം കൊണ്ടാണ് കാണിക്കുക. അതാണ് നമ്മൾ പറയുന്നത് μ0 എം. അപ്പോൾ രണ്ട് തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒന്ന് ഡൈപോളുകൾക്കുണ്ടായ മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡും, അതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ് ബി. അതിനെ കൊടുത്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് മ്യൂ എന്ന് പറയുന്നത്. ഈ പെർമിയബിലിറ്റി എന്ന വാക്കിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് നമുക്ക് നോക്കാം. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് പെർമിറ്റ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ ഇവിടെ കൊടുത്ത ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ചില മെറ്റീരിയലിൽ ഇവിടെ ഉണ്ടാകുന്ന ഡൈപോളുകളുടെ പ്രത്യേകത കൊണ്ട് ആ ഫീൽഡിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടും. അപ്പോൾ അത്തരത്തിലുള്ള ചിത്രമാണ് ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് വരയ്ക്കുകയാണ്. ഞാനിവിടെ ഒരു പരാമാഗ്നറ്റ് വെച്ചു. പരാമാഗ്നറ്റോ അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റോ. ഫെറോമാഗ്നറ്റാണ് കുറച്ചുകൂടി നല്ലത്. ഫെറോമാഗ്നറ്റ് ആകുമ്പോൾ സ്ട്രോങ് മാഗ്നറ്റിസിൽ ഉണ്ടാവും. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ വെച്ച് കഴിഞ്ഞാലുള്ള ഫീൽഡാണ് ഇന്ന് വരയ്ക്കാൻ പോണത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഫീൽഡുകൾ എല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോവും. എല്ലാ ഫീൽഡിനെയും അത് അതിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടും. അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയലൂടെ വെച്ചു, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ ഈ അവസ്ഥ മാറിയിട്ട് ഇങ്ങനത്തെ അവസ്ഥയാവും. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ആ മാഗ്നറ്റിക് ഫീൽഡൊക്കെ തന്നെ ഉള്ളിൽ കൂടെ കയറിപ്പോയി. അപ്പോൾ ഈ ഫീൽഡിനെ അത് പെർമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കഴിവാണ് ഈ പെർമിയബിലിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പെർമിയബിലിറ്റി എന്ന വാക്കിൽ തന്നെ ഉണ്ട് പെർമിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റി. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? ഇത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് അതിനെ കൂടുതൽ ആ എക്സ്റ്റേണൽ ഫീൽഡിനെ കൂടുതൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പെർമിറ്റ് ചെയ്തു. ആ സമയത്ത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കി നോക്കാം. ഇത് ഡയാമാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫീൽഡ് വരുന്ന ഫീൽഡിനെ അത് റിപ്പിൽ ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫീൽഡ് അത് പുറത്തു കൂടെ പോവും, അതിനുള്ളിൽ കൂടെ കടത്തി വിടില്ല. അപ്പോൾ ഇത് പെർമിറ്റ് ചെയ്യാനുള്ള കഴിവിന് കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രം റിപ്പൽഷനാണ്, നെഗറ്റീവ് പെർമിയബിലിറ്റി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പല മെറ്റീരിയലിനും പെർമിയബിലിറ്റി വ്യത്യാസമുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഫെറോമാഗ്നറ്റ് ആണ്. ചില മെറ്റീരിയൽ ആകുമ്പോൾ സ്ട്രോങ് മാഗ്നറ്റ്, ഫെറോമാഗ്നറ്റുകളൊക്കെ തന്നെ സ്ട്രോങ് മാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ പെർമിയബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ പെർമിയബിലിറ്റി
എന്ന് പറയുന്നത് ഹൈ വാല്യൂ വരും. മ്യൂവിന്റെ വാല്യൂ ലാർജ് പോസിറ്റീവ് വരാം. ലാർജ് പോസിറ്റീവ് ആണെങ്കിൽ ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റ് ആണ്. അതേത് മാഗ്നറ്റ് ആണ്? ഫെറോ മാഗ്നറ്റ്. മ്യൂവിന്റെ വാല്യൂ സ്മോൾ വാല്യൂ വരാം. സ്മോൾ വരുമ്പോൾ അത് പരാമാഗ്നറ്റ് ആണ്. ആ സമയത്ത് മ്യൂവിന്റെ വാല്യൂ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഡയാമാഗ്നറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആ മ്യൂവിന്റെ വാല്യൂവിനനുസരിച്ച് മെറ്റീരിയൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മ്യൂ എന്ന് പറയുന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ആ മ്യൂ എന്ന് പറയുന്നത് ആ വാല്യൂ കാണിക്കുന്നത് അതിനെ പെർമിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. ആ പെർമിറ്റ് ചെയ്യാനുള്ള കഴിവ് പല മെറ്റീരിയലിനും വ്യത്യാസമുണ്ട്. ആ മെറ്റീരിയലിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ആ മെറ്റീരിയലിന്റെ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തായിട്ട് ഫെറോമാഗ്നറ്റ്, പരാമാഗ്നറ്റ്, ഡയാമാഗ്നറ്റ് ആകാൻ പറ്റും. ഡയാമാഗ്നറ്റിന്റെ മ്യൂവിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കണം. നമ്മളിപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ 3 ടേമുകൾ പരിചയപ്പെടും. ഒന്ന് മ്യൂ, മ്യൂ സീറോ, ഒന്ന് മ്യൂ, ഒന്ന് മ്യൂ ആർ. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെട്ടിരിക്കുന്നത് നന്നായിരിക്കും. മ്യൂ സീറോ എന്ന് പറയുന്നത് പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഞാൻ പെർമിബിലിറ്റി എന്നില്ല, ഫ്രീ സ്പേസ് ആണ്. അത് വാക്വത്തിന്റെ പെർമിബിലിറ്റിയാണ് മ്യൂ സീറോ ഉദ്ദേശിക്കുന്നത്. മ്യൂ എന്ന് പറയുന്നത് ആ മീഡിയത്തിന്റെ പെർമിബിലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ അയൺ ആണെങ്കിൽ അയണിന്റെ യഥാർത്ഥത്തിലുള്ള പെർമിബിലിറ്റിയാണ് മ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മ്യൂ ആർ എന്ന് പറയുന്നത് കമ്പയർ ചെയ്ത് പറയുന്ന ഒരു പെർമിബിലിറ്റിയാണ്. അത് നമ്മൾ എയറായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം മ്യൂ എന്ന് പറയുന്നത് പെർമിബിലിറ്റി ഓഫ് എ മീഡിയം. മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് permeability.